ഫാത്തിഹ എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്? എങ്ങനെയാ ഫാത്തിഹ ഓതേണ്ടത്? പല ഇമാമിയങ്ങളും പല രൂപത്തിൽ ഫാത്തിഹ ഓതുന്നത് നമുക്ക് പള്ളികളിൽ നിന്ന് കാണാൻ സാധിക്കും. ചില ആൾക്കാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക ഒറ്റ ശ്വാസത്തിനാണ് വലല്ലാഹിം വരെ അടിച്ചുവിടും. കൂട്ടിക്കൊളത്തി ഇങ്ങനെ പോകും. അത് സുന്നത്തിന് വിരുദ്ധാണ് എന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാകുന്നത്. സുഇലത്തു ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ അൻ ഖിറാഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ فقالت كان يقطع قراءته آية يقول بسم الله الرحمن الرحيم ثم يقول الحمد لله رب العالمين ثم يقول الرحمن الرحيم مالك يوم الدين എന്നിങ്ങനെ നിർത്തിയിട്ടാവുകയാണ്. റസൂലുള്ളാഹിയുടെ പാരായണത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഉമ്മു സൽമാ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, നബി ഇങ്ങനെ ആയത്തുകൾ മുറിച്ചിട്ടാവുക. ഓരോ സ്റ്റോപ്പിലും ഇങ്ങനെ നിർത്തും. ശ്വാസം വിടാതെ ഇടങ്ങേറായി ഒറ്റ വലിക്കാണ് റഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവില്ല. നിർത്തിയിട്ട് ഓതലാണ് ശരിയ. ഇനി ആരെങ്കിലും ഇങ്ങനെ ഓതിയെങ്കിൽ അതൊരു ഹറാമാന്നല്ല ഈ പറയുന്നത്. ഒരു സുന്നത്ത് നഷ്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓത്ത് വളരെ ചിന്തിച്ചുകൊണ്ടും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും ഭയഭക്തികൾ തുളുമ്പി നിൽക്കുന്ന പാരായണായിരുന്നു. അതുകൊണ്ട് തന്നെ നബി ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിർത്തും. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അങ്ങനെ നിർത്തി സാവകാശമായിരുന്നു റസൂലുള്ളാഹിയുടെ ഓത്ത് എന്ന് സ്വഹാബത്ത് വിശദീകരിച്ചത്. അപ്പൊ ഈ ഒറ്റ ശ്വാസത്തിൽ ഒരു തീർക്കുന്ന ഈ പതിവ് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇമാമായിരുന്നാലും മോമിനിങ്ങളായി ധൃതിയിലേണ്ട് ഫാത്തിഹ അടിച്ചു വിടുന്നുണ്ടല്ലോ, ഇതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ വരാനുണ്ട്. ആ ഫാത്തിഹയിലെ അക്ഷരങ്ങളോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കൂല എന്നുള്ളതാണ് ഒരു വിഷയം. ധൃതിപ്പെട്ട് ഓതിയാൽ അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകുന്ന അവസ്ഥ വരെയുണ്ടാകും. ആ അക്ഷരങ്ങളുടെ ശരിക്കുള്ള ഉച്ചാരണ രീതി ഉണ്ടല്ലോ, ആ ശുദ്ധി കിട്ടൂല. പലപ്പോഴും നമ്മൾ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരന്മാരെ. ഫാത്തിഹയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുന്ന ആൾക്കാരുണ്ട്, ധാരാളമുണ്ട്. അൽഹംദു ഹാ എന്ന അക്ഷരം മാറി ഹാവ് പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കണ്ടോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഐൻ ഉച്ചരിക്കാൻ വയ്യ, ഐന് ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം ഒക്കെ ഹാ ഒക്കെ പോയി ഹാ ആയി. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിയുടെ പേര് വരെ ശരിക്കും ഉച്ചരിക്കാൻ വയ്യാത്ത സമൂഹമാണെന്ന് പല പ്രാസംഗികന്മാരും പറയുന്നിട്ടില്ലേ. മുഹമ്മദ്, പ്രോഫറ്റ് മുഹമ്മദ്, എന്ത് മുഹമ്മദ്? അങ്ങനെ ഒരു മുഹമ്മദ് ഉണ്ടോ? മുഹമ്മദാണ്. ഹാ ആയിപ്പോയാ കാര്യം മാറിപ്പോവും. മുഹമ്മദ് എന്ന് തന്നെ നമ്മൾ ഉച്ചരിച്ച് പഠിപ്പിക്കണം കുട്ടികളെ. മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയരുത്, മുഹമ്മദാണ്. ചില്ലറ പ്രശ്നത്തിന്റെ പേരിൽ എന്തിനാ ഒരു വിഷയം ഉണ്ടാക്കണ മൗലവി എന്ന് ചോദിക്കേണ്ടതില്ല. അറബി ഭാഷയുടെ പ്രാധാന്യം പുള്ളി മാറിയാൽ കള്ളി വെളിച്ചത്താകുന്ന വിഷയമാണ്. ഒരു പുള്ളി മാറിയ അർത്ഥം മാറും. നിങ്ങൾക്കറിയില്ലേ, ഖാലിഖ് എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടാവ്. ഹാലിഖ് എന്ന് പറഞ്ഞാലോ മുടി വരണ്ടുന്ന ഒന്നാ. പടച്ചോനെ ഇന്നൊക്കെ അന്തൽ ഹല്ലാഖുൽ അലീം, ഈ ഹല്ലാഖ എന്ന് പറഞ്ഞാൽ ആരാവും? ഹല്ലാഖ് എന്ന് പറഞ്ഞാൽ പടച്ചോനെ ഈ പ്രപഞ്ചമൊട്ടാകെ പടച്ചനാഥനാണ്, നീ സൃഷ്ടാവാണ്. അള്ളാനെ പുകഴ്ത്ത. ഇന്നൊക്കെ അന്തൽ ഹല്ലാഖുൽ അലീം എന്ന് പറഞ്ഞാലോ ഇത് വല്ലാത്ത ഇവരുള്ളൊരു ബാർബറഞ്ഞു കേട്ടോ എന്നാവൂലേ അർത്ഥം. അപ്പൊ ഒരു പുള്ളി മാറി ആ പ്രശ്നം തകരാറിലാകും. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിൽ അത് വരരുത് എന്ന് പറയുന്നത്. അപ്പൊ അർത്ഥം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ധൃതിപ്പെട്ട് ഓതുമ്പോ അതിന്റെ അക്ഷരങ്ങളോടും അതിന്റെ ഉച്ചാരണത്തോടും കൂറു പുലർത്താൻ നമുക്ക് സാധിക്കാതെയാകും. ഇവരല്ലാതെയാണെങ്കിൽ ചിലപ്പോൾ അള്ളാഹു പുറത്തു നിൽക്കും. പക്ഷെ എത്ര കാലമായി ഇവരല്ലായ്മ കാരണം പറയാ? പഠിക്കൽ നിർബന്ധമായ വിഷയമാണല്ലോ. ഇവരല്ലാത്തവൻ പഠിക്കോളം അള്ളാഹു തആല അവന് ഒഴിവ് കൊടുക്കും. കാലാകാലം ഇതൊരു പഠിക്കേണ്ട വിഷയമല്ല, മറ്റുള്ളതൊക്കെ പഠിക്കാൻ നേരേണ്ടി വന്നാലോ അള്ളാഹുവിനറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ അതേമായി തന്നെ സിറാത്തല്ലസീന കുട്ടികൾക്ക് പോലും ആലോചിച്ച് നോക്കൂ. സാല് എന്ന് ഉച്ചരിക്കാൻ വയ്യാത്ത മക്കളാണ് വളർന്നു വരുന്നത്. സാല് അറിഞ്ഞൂടാ, സാല് കുട്ടി പറയും സാല്. സിറാത്തല്ലസീന എന്ന് പറഞ്ഞാൽ സിറാത്തല്ലസീന സായേ കിട്ടുള്ളൂ, സാല് പലർക്കും കിട്ടുന്നില്ല. അതേപോലെ തന്നെ വേറൊന്നാണ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഓതും വാവാണ് പോയിട്ടുണ്ടാവും. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ധൃതിപ്പെട്ട് ഓതല്ലേ, അടിച്ചു വിടാണല്ലോ. കാരണം ഇവിടെ വണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോണം. അവിടെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ വയ്യാക്ക വാവ് പോയി.
പ്രശ്നമാണ്. വേറൊന്ന് അവിടുത്തെ ശബ്ദ പോയിട്ട് ഓതലുണ്ട്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അവിടെ ഇയ്യാക്കൊക്കെ ശബ്ദ കൊടുത്തില്ലെങ്കിൽ അർത്ഥം മാറും, ഗുരുതരായ അർത്ഥം മാറും. ഇയ്യാക എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ലൗഹു ശംസ് എന്നാണ് അർത്ഥം, സൂര്യന്റെ കിരണം. അപ്പോ സൂര്യഭഗവാനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയും പോലായിട്ട് മാറും ഇയ്യാക നഅ്ബുദു ആകുമ്പോൾ. അപ്പൊ ഇയ്യാക എന്ന് വിചാരിച്ച് ഇനി വസ്വാസം ഉണ്ട്, എന്നാ പിന്നെ മൗലവി പറഞ്ഞല്ലേ ശബ്ദം എന്നാണ് കട്ടിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഇയ്യാക ഇയ്യാക എന്നിട്ട് വസ്വാസിൽ ഖന്നാസുകളായ ആൾക്കാരെയും കാണാൻ സാധിക്കും. പണ്ടൊരുത്തം നിസ്കരിക്കാ ഇമാമത്തിന് ഇയ്യാക്ക വസ്വാസ് തീരില്ല, ബാക്കൊന്ന് ഒരുത്തം പറഞ്ഞു കുറെ നേരായില്ലടോ ഇയ്യാക്കണ, ഇനി ഞാനാക്ക അങ്ങോട്ട് മാറിക്കുന്നത്. ഈ ഒരവസ്ഥയൊന്നും ആരും വസ്വാസം കൊണ്ടിട്ടാക്കേണ്ടതില്ല. ഇയ്യാക്കാന്ന് ഒരിക്കൽ പറഞ്ഞ വസ്വാസ് തീരാൻ വേണ്ടി ഇയ്യാക്ക ഇയ്യാക്ക, അതിനെ മറ്റോ പറഞ്ഞ മരിഞ്ഞ് ഇജ്ജ് മാറി ഞാനാക്കാന്ന് പറയേണ്ടി വരും. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കേണ്ടതില്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇത് തമാശയിൽ കൂടെ ആണെങ്കിലും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അക്ഷരങ്ങൾ വളരെ സൂക്ഷിക്കണം. ഇയ്യാക നഅ്ബുദു ആയി പോയത് ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സ്വാദ് പോയി കാഫ് പോയി ഖാഫ് പോയി കാഫായി. മുസ്തഖീം ഖാഫ് ഉച്ചരിക്കാൻ വയ്യ, സിറാത്തല്ലദീന സീനായി താആയി, അൻഹംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം ഗൈൻ ഉച്ചരിക്കാൻ വയ്യ. ഇതൊന്നും ആരെയും നമ്മൾ മോശാക്കല്ല. ഈ പറയുന്ന ഞാനും നമ്മളൊക്കെ ഉച്ചാരണത്തിൽ വരുന്നുണ്ടാവും. ഇത് നമ്മൾ സൂക്ഷിക്കണം. വിചാരിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം പഠിക്കാൻ എത്ര ചാൻസ് ഉണ്ട്, എത്ര 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 ഇമാമിയങ്ങളുടെ ഓത്താണ് കാസറ്റ് കടയിൽ നിന്ന് കിട്ടുക. ഫാത്തിഹന്റെ മാത്രം കാസറ്റിന് കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ കേട്ടോളി, ഉച്ചരിച്ച് പഠിക്കും. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വലദ്ദാലീൻ അല്ല, അപ്പ അക്ഷരം മാറും. കാര്യമുള്ള പാട്ട് ടൈമ പുള്ളിയിടുന്നതാണ് എല്ലാരും പറയാ. വലദ്ദാലീൻ ശരിയല്ല, വലദ്ദാലീൻ. ബാദും ലാഉം വ്യത്യാസമുണ്ട്. എങ്ങനെ ബാദും ലാഉം വ്യത്യാസമുണ്ട്. വലദ്ദാലീൻ എന്നതും വലദ്ദാലീൻ എന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അക്ഷരങ്ങളോട് കൂറ് പുലർത്തി ഓടാൻ കഴിയണമെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധ വെച്ചുകൊണ്ട് കൃത്യമായി ഈ അക്ഷരങ്ങൾ ശരിക്കും ഓടാൻ തന്നെ നമ്മൾ നിർവഹിക്കണം.